ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 29-ാം വാക്യം വായിക്കാം. നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. പ്രിയമുള്ളവരെ, അത്യുന്നതനായ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ അനേക സഹോദരങ്ങൾ ആഗ്രഹിക്കുന്നു. ഉപവാസ പ്രാർത്ഥനകളിലും ധ്യാന ശുശ്രൂഷകളിലും കൺവെൻഷനുകളിലുമൊക്കെ പങ്കെടുക്കുന്ന അനേകർ കർത്താവിന്റെ വിളി കേൾക്കാറുണ്ട്. ആ ധന്യനിമിഷങ്ങളിൽ പരിശുദ്ധാത്മ സ്പർശനത്തിന്റെ ആനന്ദ നിർവൃതിയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഈ വലിയ അനുഭവത്തിന്റെ സാക്ഷികളാകുവാനും പരപ്രേരണയില്ലാതെ സ്വയം തീരുമാനിച്ചുകൊണ്ടാണ് പലരും ഭവനങ്ങളിലേക്ക് മടങ്ങുന്നത്. പക്ഷേ മണിക്കൂറുകൾക്കകം സ്നേഹിതരെയും സഹോദരങ്ങളെയും ഒക്കെ കണ്ടുമുട്ടുമ്പോൾ പലർക്കും തങ്ങളെ വിളിച്ച കർത്താവിനെക്കുറിച്ചോ തങ്ങൾക്കുണ്ടായ പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തെക്കുറിച്ചോ യാതൊന്നും പറയുവാൻ കഴിയാത്തത് ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ധൈര്യം പ്രാപിക്കേണ്ടത് എങ്ങനെയെന്ന് പത്രോസിന്റെയും യോഹന്നാന്റെയും പ്രതികരണം ചൂണ്ടിക്കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ ഉപദേശിക്കുകയോ അരുത് എന്നുള്ള ന്യായാധിപ സംഘത്തിന്റെ താക്കീത് ലഭിച്ച് പുറത്തുവന്ന പത്രോസിന്റെയും യോഹന്നാന്റെയും ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കേണമേ എന്നുള്ള പ്രാർത്ഥന അവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ വെളിപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവൃത്തി 4:29. കർത്താവിന്റെ സാക്ഷികളായി പ്രവർത്തിക്കുവാൻ ധൈര്യം നൽകുന്നതിനായി ഏകയാത്മാവോടും ഏക ഹൃദയത്തോടും പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അവർ ഭീഷണികൾ വകവയ്ക്കാതെ ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. സഹോദരാ സഹോദരി, കർത്താവിന്റെ സാക്ഷിയായി തീരാമെന്നും അവന് വേണ്ടി പ്രവർത്തിക്കാമെന്നും പലപ്പോഴും തീരുമാനിച്ച് സമർപ്പിക്കുന്ന നിനക്ക് ഇതുവരെയും കർത്താവിന് വേണ്ടി ശബ്ദമുയർത്തുവാൻ കഴിയാത്തത് പ്രതികരണങ്ങളെയും ഭവിഷ്യത്തുകളെയും നേരിടുവാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുമോ? ന്യായാധിപ സംഘത്തിന്റെ താക്കീതിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച ആദിമ സഭയെപ്പോലെ നിനക്ക് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മശക്തിയാൽ ധൈര്യം പ്രാപിക്കുവാൻ കഴിയുമോ? സമൃദ്ധമാം